അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നെയ്യത്തെ പങ്കാളിയുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നെയ്യത്തെ പങ്കാളിയുള്ള പടകിലുണ്ട്. സുഭാഷിതം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഡോണ്ട് ലെറ്റ് എനിവൺ ലുക്ക് ഡൗൺ ഓൺ യു ബിക്കോസ് യു ആർ യങ്, ബട്ട് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ ബിലീവേഴ്സ് ഇൻ സ്പീച്ച്, ഇൻ കോണ്ടക്ട്, ഇൻ ലവ്, ഇൻ ഫെയ്ത്ത് ആൻഡ് ഇൻ പ്യൂരിറ്റി. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശിഷ്യനായ തിമോഥെയോസിന് വ്യക്തിപരമായി നൽകുന്ന ഈ ഉപദേശം എക്കാലത്തുമുള്ള യൗവനക്കാർ പാലിക്കേണ്ടതുകൊണ്ടാണ് തിരുവെഴുത്തുകളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. മറ്റുള്ളവർക്ക് ദൈവിക മാതൃക വയ്ക്കുന്ന ആളുകളെ കണ്ടെത്തുക പ്രയാസമാണ്. വാക്കുകളിലും പ്രവൃത്തികളിലും ഒരുപോലെ വിശ്വസ്തത കാണിക്കുന്നവരാണ് മാതൃകയുള്ള ജീവിതം നയിക്കുന്നത്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. തുച്ഛീകരിക്കുക എന്ന് പറയുമ്പോൾ നിന്ദിക്കുക, അവഗണിക്കുക എന്നൊക്കെയാണല്ലോ അതിന്റെ അർത്ഥം. വിശ്വാസികൾ നിഷ്കളങ്കരും പക്വതയുള്ളവരുമായി മറ്റുള്ളവർക്ക് നിന്ദിക്കുവാൻ ഇട കൊടുക്കാത്തവരായിരിക്കണം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ നിന്ന് അത് അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഏതിലൊക്കെയാണ് നാം മാതൃകയായിരിക്കേണ്ടത് എന്ന് നാം വായിച്ച 12-ാം വാക്യത്തിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്, നാം വാക്കിൽ മാതൃകയുള്ളവരായിരിക്കണം. യാക്കോബ് 3:2 വായിക്കുന്നത്, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്. സദൃശവാക്യത്തിൽ പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിലാകുന്നു എന്ന്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമുക്ക് ദോഷകാരണമായി തീരുന്നു. ആയതിനാൽ നമുക്കും സങ്കീർത്തനക്കാരനെ പോലെ പ്രാർത്ഥിക്കാം, എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കണമേ എന്ന്. രണ്ടാമത്തത് നടപ്പാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം. 1 പത്രോസ് 2:12 എഴുതിയിരിക്കുന്നത്, ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ദൈവം സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. വിശ്വാസത്തിലും നിർമ്മലതയിലും എങ്ങനെ നമുക്ക് മാതൃകയാകാൻ കഴിയും? ഗലാത്യർ 2:20 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അതുപോലെ 1 തെസ്സലോനിക്കർ 4:3 പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇങ്ങനെ നമ്മുടെ യൗവനം തുച്ഛീകരിക്കാതെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുവാൻ വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുവാനും പൗലോസ് പറയുന്നു. ദൈവവചനത്തിന് അനുസരണമായി ജീവിക്കുവാൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവും നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്.
ഇങ്ങനെ ഒരു മാതൃകാ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, അവിടുത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം മാതൃകയായി ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.